നിത്യതയിൽ അലിഞ്ഞിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് കത്തോലിക്ക സഭാ വിശ്വാസികളോ ക്രിസ്ത്യാനികളോ മാത്രമല്ല, മറ്റു മതവിഭാഗങ്ങൾപ്പെടുന്നവർ, ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ, മനുഷ്യ സ്നേഹത്തിൻ്റെ സമാനതകളില്ലാത്ത പ്രതീകത്തെയാണ് ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുകയാണ് നമ്മൾ. നമുക്കൊപ്പം മന്ത്രി പി രാജീവ്, ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ, ഒപ്പം പാളയം ഇമാം VP സുഹൈബ് മൗലവി, സിറോ മലബാർ സഭ വൈദികൻ ഫാദർ ജെയിംസ് പനവേലിൽ എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയിലേക്കാണ്. സ്വാമി സച്ചിദാനന്ദ, ശ്രീനാരായണ ഗുരുവിനെ മാർപ്പാപ്പ അനുസ്മരിക്കുന്നത് തികഞ്ഞ ചാരുദാർഢ്യത്തോടെ നമ്മളെല്ലാം കേട്ടതാണ്. സർവമത സമ്മേളനത്തിൽ രോഗാവസ്ഥയിലും അദ്ദേഹം പങ്കെടുത്തു, അത്ര നേരം സംസാരിച്ചു, 2 മണിക്കൂറോളം ചെലവിട്ടു എന്നത് ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാകാത്തതാണ്. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിപരമായ ആ നിമിഷം? ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഭാരതത്തിന് വെളിയിൽ വത്തിക്കാനിൽ വെച്ച് നടക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അക്കാര്യം പരിശുദ്ധ മാർപ്പാപ്പയെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഈ നിർദ്ദേശം അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളുകയും നവംബർ മാസം 29, 30, ഡിസംബർ 1 തീയതികളിലായി ലോകമത പാർലമെൻറ്റ് വത്തിക്കാനിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും അത് സംഘടിപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ വത്തിക്കാനിൽ നൽകുകയുമുണ്ടായി. അതുപ്രകാരം നവംബർ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് അദ്ദേഹം സർവമത സമ്മേളനത്തിൻ്റെ മഹാസന്ദേശം നൽകി. ലോക സമാധാനത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണ് എന്നും ഗുരു മനുഷ്യന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാപുരുഷനാണ് എന്നും ലോകമൊരു കുടുംബമാണ്, ആ ചിന്താഗതിയാണ് നാം എല്ലാം വെച്ചു പുലർത്തേണ്ടത് എന്നും മഹാനായ മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ഞങ്ങൾ 180 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തരോടും പ്രത്യേകം കുശലങ്ങൾ ചോദിക്കുകയും ഞങ്ങൾ നൽകിയ ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും ഓരോരുത്തർക്കും ഹസ്തദാനം നൽകി ആശീർവദിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം വേദിയിൽ നിന്നും ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കുകയും പല രീതിയിലുള്ള ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 3 ദിവസത്തെ സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഇടയ്ക്ക് കർദിനാളായി ഉയർത്തിയ കൂവക്കാട് അച്ഛനോട് ശിവഗിരിയെക്കുറിച്ചും ഗുരുവിനെക്കുറിച്ചും സന്യാസംഘത്തെക്കുറിച്ചും മാത്രമല്ല ഞങ്ങളുടെ സുഖവിശേഷങ്ങളെക്കുറിച്ചെല്ലാം ചോദിച്ച് അറിയുകയും ചെയ്തു. മാർപ്പാപ്പമാർ ധാരാളം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയും ജനകീയനായി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച, ഭേദചിന്തകളില്ലാത്ത, ലോക സമാധാനത്തിൻ്റെ അപ്പോസ്തലനായി ജീവിച്ച മറ്റൊരു മാർപ്പാപ്പയെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എത്ര ഉന്നത നിലയിലെത്തിയാലും സാധുക്കളെ ശുശ്രൂഷിക്കുന്നതാണ് ഈശ്വര പൂജ എന്ന തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൂതനായി, സമാധാനത്തിൻ്റെ ദൂതനായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ ലോകത്ത് ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും പുലർത്തുവാൻ സാധിക്കും. യുദ്ധങ്ങൾ പാടില്ല എന്നും പരസ്പരമുള്ള വിവേചനങ്ങളൊന്നും പാടില്ല എന്നും എല്ലാവരും ഒന്നായി ജീവിക്കണമെന്നുള്ള മഹിതമായ മഹാസന്ദേശമാണ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയിട്ടുള്ളത്. ശരി, അങ്ങയിലേക്ക് ഞാൻ തിരികെ എത്താം സ്വാമിജി. ഇപ്പോൾ VP സുഹൈബ് മൗലവി, പാളയം ഇമാം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ VP സുഹൈബ് മൗലവി,
സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതുപോലെ തന്നെ വിശ്വമാനവികതയുടെ വലിയ വക്താവായിരുന്നു, ഒരു സെൽഫ് അംബാസിഡർ ആയിരുന്നു അദ്ദേഹം. ലോകം ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വലതു രാഷ്ട്രീയ ചേരിയുടെ അതിപ്രസരം, അഭയാർത്ഥി വിരുദ്ധ നിലപാടുകൾ, അങ്ങനെ പല വിധത്തിലുള്ള നീറുന്ന വിഷയങ്ങളിൽ സ്വന്തമായ ഒരഭിപ്രായം, ശക്തമായ എതിർപ്പുകൾ മറികടന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെ കാലിക പ്രസക്തനാക്കുന്നത്. ജാതി മത ചിന്തകൾക്കപ്പുറമായി ഇതര മത വിരുദ്ധത അല്ലെങ്കിൽ പ്രതികാരത്തോടെ ഇതര മതങ്ങളെ കാണുക എന്ന പ്രവണത വ്യാപകമായി ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം അറബ് നാടുകളിലേക്ക് സന്ദർശനം നടത്തിയത്. അതിലൂടെ വലിയൊരു സന്ദേശം ലോകത്തിനാകെ നൽകുകയാണ് ഒരു ലോക നേതാവ് എന്ന നിലയിൽ. അദ്ദേഹത്തിൻ്റെ വിടവ് ലോകത്തിൻ്റെ ആകെ മതേതര ചേരിക്ക് എത്രത്തോളം വലിയ നഷ്ടമാണ്? ആദ്യമായി തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ എല്ലാവിധ അനുശോചനങ്ങളും ദുഃഖങ്ങളും രേഖപ്പെടുത്തുകയാണ്. ലോകത്തോടാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ നമുക്ക് ദുഃഖം രേഖപ്പെടുത്താനുള്ളത്. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ലോകത്തെ മതനിരപേക്ഷ ചേരിക്ക്, മതേതര ചേരിക്ക് മുഴുവൻ വലിയ നഷ്ടമാണ്. മതനിരപേക്ഷ ചേരി എന്നതോടൊപ്പം തന്നെ ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽകൃത സമൂഹങ്ങൾക്ക്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വലിയ നഷ്ടമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാർപ്പാപ്പ അവസാനം ഈ രോഗശയ്യയിലായി ആ ഒരവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായി ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ലോകത്തുടനീളം ഓടി നടക്കുകയായിരുന്നു. ലോകത്തുടനീളം അറബ് രാജ്യങ്ങൾ മാത്രമല്ല, വലിയ സാമ്പത്തിക പ്രയാസവും ദാരിദ്ര്യവുമെല്ലാം അഭിമുഖീകരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം അദ്ദേഹം ലോകത്തുടനീളം ഓടി നടക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു രോഗാതുരമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. വളരെ കൃത്യമായ നിലപാടുകൾ, നീതിയുടെയും നന്മയുടെയും പക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ, സമാധാനത്തിൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് മാർപ്പാപ്പയുടെ ഈ ജീവിതം, ആ വലിയ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. എപ്പോഴും നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി. അവസാനം നമുക്കറിയാം, അദ്ദേഹം ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഈസ്റ്റർ ദിനത്തിലുമടക്കം അദ്ദേഹം ഗാസയിലെ ജനങ്ങളെ പ്രാർത്ഥനാ മനസ്സോടുകൂടി നോക്കിക്കാണുകയും പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു പക്ഷം ചേരാതെ തന്നെ കൃത്യമായിട്ടുള്ള നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആയുധങ്ങളുടെ ശബ്ദം നിലക്കണമെന്ന് ലോകത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചു പറയുന്ന, വളരെ നിർണായകമായ ഘട്ടത്തിൽ വിളിച്ചു പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ഗാസ അതല്ലെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുമ്പോഴും അവിടെയും ഒരു സമാധാനത്തിൻ്റെ കാവൽഭടനായിട്ട് നിലനിൽക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു മാർപ്പാപ്പ യഥാർത്ഥത്തിൽ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത് യേശുവിൻ്റെ ഒരു പൂർണ്ണ ശിഷ്യനായി മാറാനുള്ള ശ്രമമാണ്. വിശുദ്ധ ഖുർആനിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ച ഒരു വചനം ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്: ആരാണ് ദൈവമാർഗത്തിൽ എന്നെ സഹായിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ? അപ്പോൾ ശിഷ്യന്മാരിൽ ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ സന്നദ്ധരായിട്ടുള്ള പൂർണ്ണ സമർപ്പിതരായിട്ടുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ സമ്പൂർണനായ ഒരു ശിഷ്യനായി മാറാൻ ശ്രമിക്കുക മാത്രമല്ല, അതിന് അദ്ദേഹത്തിന് ആ ഒരു വഴിയിലേറെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ലോകത്ത് സമാധാനത്തിന് വേണ്ടി, ലോകത്ത് യുദ്ധത്തിനെതിരെ, ലോകത്ത് മർദ്ദിത ജനകോടികളുടെ കൂടെ നിന്നുകൊണ്ട് മർദ്ദകനെതിരെ സംസാരിക്കുവാൻ
നേരിടുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വന്നപ്പോൾ, അതുപോലെ തന്നെ വിവിധങ്ങളായ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വലിയ എതിർപ്പുകൾ ആ കാലയളവിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആർജവത്തോടുകൂടി ധീരതയോടുകൂടി തൻ്റെ നിലപാട് പറയുവാൻ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ്. അദ്ദേഹം കേവലം പ്രസംഗം നടത്തുന്ന ഒരാൾ മാത്രമായിരുന്നില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചയിലും അതുപോലെ ഇന്നത്തെ മുഴുവൻ ചർച്ചകളിലും മാർപ്പാപ്പയെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളിലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായി എന്നുള്ളതാണ്. അപ്പോൾ ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയായ മഹാമനീഷികളുടെ, പ്രവാചകന്മാരുടെ, മഹത്തുക്കളുടെ ആ മാതൃകയിൽ നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ശബ്ദിച്ച ഒരു പോരാളി എന്ന അർത്ഥത്തിൽ തന്നെ കേവലം ആത്മീയ നേതാവ് എന്നതിലുപരിയായി മാർപ്പാപ്പയെ ലോകം കാണും, ചരിത്രം കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ വിധത്തിലാണ് മാർപ്പാപ്പയെ അടയാളപ്പെടുത്തുക. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. സ്വാമി സച്ചിദാനന്ദ അന്ന് വത്തിക്കാനിലെത്തി മാർപ്പാപ്പയുമായി നേരിട്ട് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഗാന്ധിയെ നിരന്തരമായി പിന്തുടരുന്ന, ഗാന്ധിയുടെ ആശയങ്ങൾ, ഇന്ത്യയുടെ വിശാലമായ സംസ്കാരത്തെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ, അതും നമ്മളിൽ നിന്ന് എത്രയോ അകലെയുള്ള ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ലോകത്തിന് മുഴുവൻ സ്വാധീനിക്കുകയാണ്. അന്ന് മാർപ്പാപ്പയുമായി വ്യക്തിപരമായി സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു? അദ്ദേഹം എങ്ങനെയാണ് മറുപടി നൽകിയത്? അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാമോ? ഗുരുദേവനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഉൾപ്പെടെ. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ദൈവ മക്കളെല്ലാം സഹോദരങ്ങളാണ്. അവിടെ ദേശത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റേതോ ആയ വേർതിരിവുകൾ അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല. ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ഒരു ദൂതൻ തന്നെയായി അദ്ദേഹം ജീവിതത്തെ നയിച്ചു. ക്രിസ്തുവിനെ പിന്തുടരുന്നതോടൊപ്പം തന്നെ മറ്റ് ലോക ഗുരുക്കന്മാരുടെ മഹിതമായ ഉപദേശങ്ങളെയും അദ്ദേഹം ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മുഹമ്മദ് നബിയെയും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാഗാന്ധിയെയും അതുപോലെ നന്മ നിറഞ്ഞ മഹാസന്ദേശങ്ങൾ ലോകത്തിന് പ്രദാനം ചെയ്ത ഗുരുക്കന്മാരെയൊക്കെ മാതൃക ആക്കിക്കൊണ്ട് ആ മാതൃക എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഒരു സമാധാന അന്തരീക്ഷം ലോകത്തിന് സൃഷ്ടമാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ കേരളക്കരയിൽ ജീവിച്ച് കേരളത്തിലൊരു സർവ്വത സമ്മേളനം നടത്തിയ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും ഗുരുവിൻ്റെ സംഭാവനകളെ വിലയിരുത്തുകയും ഒരു നല്ല പ്രസംഗം അദ്ദേഹം എഴുതി തയ്യാറാക്കി പ്രിൻ്റ് ചെയ്ത് 4 പേജുള്ള ആ പ്രസംഗം അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളുടെ സൂക്ഷ്മ തലം, ഒരൊറ്റ ജനത, ഒരൊറ്റ ലോകം, ഒരൊറ്റ നീതി, മാനവരെല്ലാം ഒന്ന്, അതാണ് നമ്മളുടെ മതം. ഈ വക സന്ദേശങ്ങൾ അദ്ദേഹം അവിടെ ഊന്നി പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം എപ്പോഴും സാധു ജനങ്ങളോടൊപ്പം നിൽക്കുവാനാണ് ശ്രമം ചെയ്തത്. ആർത്തരും അവശരും ആലംബഹീനരുമായിരിക്കുന്ന സാധുക്കളായ ആളുകളെ കൂടെ നിർത്തുവാനും അതുപോലെ സമൂഹം പിന്തള്ളപ്പെട്ട് മാറ്റി നിർത്തിയിരുന്ന സമൂഹത്തെ ഉൾക്കൊള്ളുവാനും അദ്ദേഹം തയ്യാറായി. ഈ സ്ത്രീകളെ, കന്യാസ്ത്രീകളെ വൈദിക കർമ്മത്തിന് നിയോഗിക്കണം എന്ന് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകിയത് ഒരു വലിയ സംഭവമാണ്. അതുപോലെ കേരളത്തിൽ ഒരു വൈദികനായിരുന്ന കൂവക്കാട്ട് അച്ഛനെ അദ്ദേഹത്തെ ബിഷപ്പാക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തുകയുണ്ടായി. അത് കേരളത്തിനോടും ഭാരതത്തിനോടും അദ്ദേഹം കാട്ടിയ വലിയൊരു സ്നേഹവും ആദരവുമാണ്. മാത്രമല്ല അദ്ദേഹം സ്വവർഗ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചൊന്നുമല്ല, അത് നടത്തുവാൻ അനുവാദം നൽകി.
അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പിന്തള്ളപ്പെട്ട് കഴിഞ്ഞ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളാനും അവരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാനും തയ്യാറായ ഒരു മഹാത്മാവാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ്. ആ രാഷ്ട്രത്തിൻ്റെ തലവനായിരുന്നു കൊണ്ട് ലോക നേതാക്കന്മാർ, രാഷ്ട്രത്തലവന്മാർ എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എങ്ങനെ ഉദാരമായ മനസ്ഥിതി ഉണ്ടാകണം എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് കാട്ടിക്കൊടുത്തു. ലോകസമാധാനത്തിനു വേണ്ടി ജാതിയോ മതമോ ദേശമോ വിഭാഗീയമായ ചിന്താഗതികളോ തടസ്സം നിൽക്കാതെ പരസ്പരം വിട്ടുവീഴ്ചയോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുക എന്നുള്ള മഹിതമായ ഉപദേശമാണ് അദ്ദേഹം ജീവിതം വഴി ലോകത്തിന് നൽകിയത്. തീർച്ചയായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ സന്ദേശം ആ ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കുകയാണ്. പാളയം ഇമാം VP സുഹൈബ് മൗലവി നമുക്കൊപ്പം ചേരുകയാണ് ഒരിക്കൽ കൂടി. ശ്രീ സുഹൈബ് മൗലവി, ലോകം മുഴുവനായി വലിയ ഇതരമത വിദ്വേഷം വ്യാപകമായി പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടി നമുക്കൊരേ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരു പാപ്പ ഉണ്ടാവാൻ എത്ര നാൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോക നേതാവ് ഉണ്ടാകാൻ എത്ര നാൾ കാത്തിരിക്കണം എന്ന് നമുക്കറിയില്ല. പൊതുവിൽ ക്രിസ്ത്യാനികളും ഇസ്ലാം മതവിശ്വാസികളും മുസ്ലിങ്ങളും ലോകത്ത് രണ്ട് ചേരിയിൽ നിൽക്കുന്നതിൻ്റെതായ സാഹചര്യങ്ങൾ പല രീതിയിൽ രൂപപ്പെടുന്നുണ്ട്. അതിന് കാര്യമായ രീതിയിലുള്ള ധ്രുവീകരണ നയങ്ങൾ ലോകത്താകമാനം ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് മതവിഭാഗങ്ങൾ എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനിടയിൽ ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ അതിനിടയിലെ ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു റോളാണ് വഹിച്ചത്? തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ പ്രാധാന്യമുള്ള ഒരു റോൾ തന്നെയാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർപ്പാപ്പയ്ക്ക് ലോകത്തുള്ള ഈ മുസ്ലിം ഭരണകൂടങ്ങളിലെ രാജാക്കന്മാരുമായിട്ടും അതുപോലെ തന്നെ ലോകത്തിലെ പ്രസിദ്ധമായ മസ്ജിദുകളിലെ ഇമാമുമാരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മസ്ജിദുൽ അഖ്സയിലെ ഇമാമുമായിട്ട് നല്ല ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദുബായ് ഭരണാധികാരി അടക്കമുള്ള ഭരണാധികാരികളുമായിട്ട് നല്ല ആത്മബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തീർച്ചയായിട്ടും ഒരു തുടർച്ച, ആ മാർപ്പാപ്പയുടെ ആ ഒരു തുടർച്ച തീർച്ചയായിട്ടും ആ ഒരു കത്തോലിക്ക പാരമ്പര്യത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചത്, ഇസ്ലാമാണെങ്കിലും അതല്ലെങ്കിൽ ലോകത്തെ നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെയുള്ള ജാതിമത ഭേദമന്യുള്ള എല്ലാ ചിന്തകളോടും ആ ഒരു സൗഹൃദം അദ്ദേഹം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധ്യമായത് അദ്ദേഹം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഓരോ കരട് രേഖകളും അതുപോലെ പ്രാവർത്തികമാക്കിയതിൻ്റെ, അതല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങളോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല സൗഹൃദം എന്ന് പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇപ്രകാരം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ടാവണം എന്നുകൂടി പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. നോസ്ത്രേ അത്താത്ത എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ടിൽ വരുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളോടുള്ള സമീപനം, ആ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ ബഹുമാനപൂർവ്വം തന്നെയാണ്, ആദരവോടുകൂടി തന്നെയാണ് പറയുന്നത്. അതിൽ പറയുന്നത് മുസ്ലിങ്ങളെ ബഹുമാന പുരസ്സരമാണ് തിരുസഭ വീക്ഷിക്കുന്നത്. അവരും ഏകദൈവാരാധകരാണ്. അതുപോലെ തന്നെ സ്വയം സ്ഥിതനും കരുണാർദ്രനും സർവശക്തനും അതുപോലെ തന്നെ ഭൂസ്വർഗ സൃഷ്ടാവും മനുഷ്യരോട് സംഭാഷിക്കുന്നവനുമായ ജീവനുള്ള ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. അതുപോലെ അവരെ ക്രിസ്തുവിനെയും കന്യാമറിയത്തെയും ഒക്കെ ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളോടുള്ള ആ തുറന്ന സൗഹൃദം നിലനിർത്തണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാർപ്പാപ്പ അതിനൊക്കെ പ്രയോഗവൽക്കരിക്കാൻ, അതിനൊക്കെ ഭംഗിയായും അതിനൊക്കെ പൂർണ്ണമായും പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ജനവിഭാഗ
വിഭാഗങ്ങളോടുമുള്ള ഉന്നതമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിച്ച് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് ഒരു തുടർച്ചയുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാവണം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉറപ്പായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സമാനതകളില്ലാത്ത മാതൃകയാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ആ മാതൃക ഇനി അതിന് പകരക്കാരനായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. പക്ഷേ ലോകം ആവശ്യപ്പെടുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും പുനർജനിക്കാൻ. മന്ത്രി പി രാജീവിലേക്കും ഒപ്പം തന്നെ ഫാദർ ജെയിംസ് പനവേലിലേക്കും എത്താം. ആദ്യം ഫാദർ ജെയിംസ് പനവേലിലേക്കാണ്. ഫാദർ, ഇവിടെ എല്ലാവരും സംസാരിച്ചു കേട്ടു. പാളയം ഇമാം സംസാരിച്ചു, ഒപ്പം തന്നെ സ്വാമി സച്ചിദാനന്ദ സംസാരിച്ച് അങ്ങ് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം എത്ര പ്രതീക്ഷയോടെയാണ് ഒരു മനുഷ്യനെ ഉറ്റുനോക്കിയത് എന്നത് ഈ വാക്കുകളിലെല്ലാം വ്യക്തമാണ്. അതിനപ്പുറം നമുക്കറിയാവുന്നതാണ്. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ എത്രത്തോളം വിപ്ലവകാരിയായിരുന്നു യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ? ഇപ്പോൾ ബിനിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ഒരു മാർപ്പാപ്പ മരിക്കുന്നത്. ഇതിക്ക് മുമ്പ് മാർപ്പാപ്പനെ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ മതത്തിൻ്റെ സർക്കിളുകൾക്ക് അപ്പുറത്തേക്ക് ജാതി മത ഭേദമന്യേ ഏവരെയും മനുഷ്യനെ ആദരവോടെ നോക്കി കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജനകീയത സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ സർക്കിളുകൾക്ക് അപ്പുറത്തേക്ക് സാഹോദര്യത്തിൻ്റെ വലിയ ലോകത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസിലും അദ്ദേഹം എടുത്തിട്ടുള്ള സ്റ്റാൻഡുകളും എല്ലാം അദ്ദേഹത്തെ ഒരു വിശ്വപൗരനെന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് തന്നെ ഒരു വലിയ വിപ്ലവമാണ്. കാരണം കത്തോലിക്ക സഭയെ മതത്തിൻ്റെ മാത്രം ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ കുറച്ചുകൂടി വ്യക്തതയോടെ ലോകത്തിന് കൊടുക്കാൻ ഈ മാർപ്പാപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു സെക്യുലർ ലോകത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന സ്വീകാര്യത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാർപ്പാപ്പയെ പറ്റി സാധാരണ പറയുന്നത് ലോകത്തിൻ്റെ മനസ്സാക്ഷി എന്നാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും ലോകത്തിൻ്റെ മനസ്സാക്ഷി എന്ന് യഥാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമ്പോൾ ഏറ്റവും ആദ്യം സ്വീകരിക്കുന്നത് ഫ്രാൻസിസ് എന്ന പേരാണ്. അന്നുവരെ ചരിത്രത്തിൽ ആരും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ അന്നത്തെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ സഭാംഗമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പേരായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അത് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന ലോകത്തെയും പൂക്കളെയും പുഴുക്കളെയും ചരാചരങ്ങളെയും സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. ആ അസീസിയുടെ പേര് സ്വീകരിക്കുന്നത് തന്നെ ഒരു വിപ്ലവമാണ്. കാരണം താൻ കൊണ്ടുവരാനിരിക്കുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു പുതിയ ശൈലിയാണെന്ന് അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആശീർവാദമുണ്ട്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഊർബിയെ തോർബി എന്ന് പറയുന്ന സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള ആശീർവാദത്തിന് വത്തിക്കാൻ്റെ ചത്തുരത്തിൻ്റെ മുകളിൽ മാർപ്പാപ്പ വന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നു ആരാണ് പുതിയ മാർപ്പാപ്പ എന്നറിയാനായിട്ട്. അങ്ങനെ മാർപ്പാപ്പയുടെ മുഖം വെളിവാകുന്നു. ആരാധകരും മാധ്യമങ്ങളും ജനങ്ങളും താഴെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തിയാണ് ലോകത്തിനെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, ആശീർവദിക്കാൻ കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മിനിറ്റ് നേരം കുനിഞ്ഞു നിന്നു ജനങ്ങളുടെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആശീർവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആശീർവദിക്കുക, കാരണം ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ. അതൊരു പ്രഖ്യാപനമാണ്. താൻ ഉദ്ദേശിക്കുന്ന, താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ശൈലി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശൈലി എന്നാണ്. പിന്നീട് നമുക്കറിയാം, എപ്പോഴും ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് എവിടെയും പ്രത്യക്ഷപ്പെടാവുന്ന റോമിൻ്റെ തെരുവുകളിലോ ഒരു കടയിലോ പോലും സാധാരണ പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു മാർപ്പാപ്പയെ കണ്ടു തുടങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു തുടങ്ങി. പിന്നീട് ഓരോ കാര്യത്തിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാർപ്പാപ്പമാർ കാല് കഴുകുക, സഭയിൽ കാല് കഴുകുക. കത്തോലിക്ക സഭയിൽ ഇന്നോളം പുരുഷന്മാരുടെ കാലല്ലാതെ മറ്റാരുടെയും കാലുകൾ കഴുകിയിട്ടില്ല. പക്ഷേ ഒരു മാർപ്പാപ്പ ആദ്യമായിട്ട് ധൈര്യപ്പെടുകയാണ് സ്ത്രീകളുടെ കാല് കഴുകാൻ. തീർന്നില്ല, പിന്നീട് തടവുകാരുടെ കാല് കഴുകാൻ, ഇതര മതസ്ഥരുടെ കാല് കഴുകാൻ, രോഗികളുടെ കാല് കഴുകാൻ. അത്തരത്തിൽ സഭയുടെ ഒരു മെസ്സേജ് അദ്ദേഹം കൃത്യമായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കിങ്ങനെയാണ്, സഭയെന്ന് പറയുന്നത് ഏതാനും വിശുദ്ധരുടെ മ്യൂസിയം അല്ല, മറിച്ച് പാപികളുടെ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ എല്ലാ മനുഷ്യരിലേക്കും തുറന്നു വയ്ക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായും ഫാദർ ജെയിംസ് അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഒരു പുരോഹിതൻ എന്ന നിലയിൽ മാർപ്പാപ്പയുമായി അടുത്ത ബന്ധം, അല്ലെങ്കിൽ മാർപ്പാപ്പയുമായി സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ ഓർമ്മകൾ കൂടി പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മന്ത്രി പി രാജീവിലേക്ക് വൈകിയ വേളയിൽ എത്തുകയാണ്. മിനിസ്റ്റർ, പാവപ്പെട്ടവർക്ക് വേണ്ടിയും സമഭാവനയ്ക്ക് വേണ്ടിയും പാപ്പ എടുത്ത നിലപാടുകൾ ഒരു ഇടതുപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെ താങ്കൾ കാണുന്നു? ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, ഐ ആം എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്
ഞാൻ ലാറ്റിൻ അമേരിക്കയിൽ അദ്ദേഹം എങ്ങനെയാണ് ഇടതുപക്ഷത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നതെന്നും ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ കത്തോലിക്ക സഭയുടെ പതാകയാണ് കവർന്നെടുത്തത്, കാരണം ക്രിസ്തുവിൻ്റെ പതാകയാണ് കവർന്നെടുത്തത്, അത് ദരിദ്രരുടെ പതാകയായിരുന്നു, ആ പതാകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഏന്തുന്നത്, ദരിദ്രർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ നിലകൊള്ളുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കൗതുകകരമായ ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ടീച്ചർ അവരൊരു മാർക്സിസ്റ്റായിരുന്നു, ആക്ടിവിസ്റ്റായിരുന്നു, പല ഘട്ടങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, മക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹം പുരോഹിതനായി എല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു ദിവസം വിളിച്ച് കാണണമെന്ന് പറഞ്ഞ് ചെന്ന അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും പരിശോധനകൾ ഉണ്ടാകാം, ഈ പുസ്തകങ്ങൾ, മാർക്സിസത്തിൻ്റെ പുസ്തകങ്ങൾ, ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരെ ആ പുസ്തകങ്ങൾ തൻ്റെ വാനിലിട്ട് കൊണ്ടുപോയ കാര്യം ഉൾപ്പെടെ ഈ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ എക്കാലത്തും ഇടതുപക്ഷ നിലപാടുകൾക്കൊപ്പം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ നിലപാടുകൾ ശരിയാവണ്ണം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാത്രമല്ല, സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വം, ഉജ്ജ്വലമായ മാർപ്പാപ്പ എന്ന നിലയിൽ ഏറ്റവും ഉജ്ജ്വലമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റേത്. തീർച്ചയായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലോ യൂറോപ്പിലോ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, ലോകത്തെ ആകെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. ഫാദർ ജെയിംസ് പനവേലിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫാദർ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ആശീർവാദം മേടിച്ചിട്ടുണ്ടല്ലോ. ഒരു വൈദികൻ എന്ന നിലയിൽ പോപ്പ് ഫ്രാൻസിസിൻ്റെ മുമ്പും പിമ്പും താങ്കൾക്ക് വ്യക്തിപരമായി എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? വൈദിക സമൂഹത്തിന് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? 2013 ഞാൻ പഠിക്കാൻ വേണ്ടി റോമിലേക്ക് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അദ്ദേഹം മാർപ്പാപ്പയായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരംഭ നാളുകളാണ്. അതിനോടകം തന്നെ ഈ മാർപ്പാപ്പ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൺമുൻപിൽ ഈ ഓരോ കാഴ്ചകളും കാണാനും അടുത്ത് പരിചയപ്പെടാനും പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നത്. ഞങ്ങൾക്കുള്ളൊരു ക്ലാസ് എടുത്തത് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവ്യബലി മധ്യേ ശുശ്രൂഷയായിട്ട് പങ്കെടുക്കാൻ പറ്റി, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ പറ്റി, 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റി. അതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തന്നെ ബോധ്യങ്ങളെ രൂപപ്പെടുത്താനായിട്ട് ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഓരോ സമയത്തും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹം എടുത്തിട്ടുള്ള ശൈലികളുമെല്ലാം വളരെ ശ്രദ്ധേയമാണെന്നുള്ളതാണ്. അതുവരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം ധൈര്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ LGBTQIA+ കാറ്റഗറിയെ പറ്റിയൊക്കെ കത്തോലിക്ക സഭ ഇപ്പോൾ പോലും അഡ്രസ്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ അവരെ വിധിക്കാൻ ഞാൻ ആരാണ്, അല്ലെങ്കിൽ അവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടണം, അവർക്ക് നമ്മുടെ സ്നേഹം വേണം എന്ന് പറയാൻ ഒരു മാർപ്പാപ്പ ധൈര്യപ്പെട്ടെങ്കിൽ അത് ചെറുതല്ലാത്ത വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരെയും വിധിക്കാൻ ഞാൻ ആളല്ല എന്ന് പറയുമ്പോൾ തന്നെ അവരെ മനസ്സിലാക്കണമെന്നും അവരെ ഉൾക്കൊള്ളണമെന്നും അവർക്ക് നീതി കിട്ടണമെന്നും അദ്ദേഹം നിലപാടെടുത്തു എന്നുള്ളതാണ്. അതിനേക്കാൾ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ 2015 ഇറങ്ങിയ ലൗദാത്തോ സി എന്ന് പറയുന്ന ചാക്രിക ലേഖനം. ഒരുപക്ഷെ അന്നോളം ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇതിവൃത്തം തന്നെ, അതിൻ്റെ കണ്ടൻറ്റ് തന്നെ പ്രകൃതിയെ പറ്റിയാണ്, പ്രകൃതി വിഭവങ്ങളെ പറ്റിയാണ്. ഇന്ന് ലോകം ഒരു മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആഗോള താപനത്തെപ്പറ്റി നമ്മൾ വറീഡാവണം, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിക്കെതിരെ, അതിൻ്റെ വിഭവങ്ങൾക്കെതിരെ ചെയ്യുന്ന ഒരു തെറ്റ് പോലും അത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട വലിയ തെറ്റാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു ഹരിത ആത്മീയതയെ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചു. വീണ്ടും ഫ്രത്തേലി തൂത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനം, നാം എല്ലാം സഹോദരങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. അതൊരു വലിയ ലോക നിലപാടായിരുന്നു. അന്നത്തെ ഗ്രാൻഡ് ഇമാമായിരുന്ന അഹമ്മദ് തബിയയുടെ അടുത്ത് പോയിക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഈ ചാക്രിക ലേഖനം. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുവന്നത് ഫ്രാൻസിസിൻ്റെ തന്നെ ഒരു ശൈലിയായിരുന്നു. കാരണം അന്ന് മുസ്ലിമിൻ്റെ സുൽത്താൻ്റെ പാളയത്തിലേക്ക് ഫ്രാൻസിസ് പോയത് മതപരിവർത്തനം നടത്താനല്ല, മറിച്ച് സുൽത്താനുമായി സ്നേഹ സംഭാഷണം നടത്താനാണ്. ഇതര മതങ്ങളോടുള്ള നമ്മുടെ സമീപനം ഇതായിരിക്കണമെന്ന് ലോകത്തിന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അതേ കാലഘട്ടത്തിലാണ് ഇസ്ലാം വിരുദ്ധതയും അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധതയും ഒക്കെ യൂറോപ്പിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതര മതങ്ങളെ സാഹോദര്യത്തോടും സ്നേഹത്തോടും കാണണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. കുടിയേറ്റക്കാരായ അഭയാർത്ഥികളായ മനുഷ്യരെ നിങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകണം. അവർക്കൊരു മുഖമുണ്ട്, അവർക്കൊരു സ്വരമുണ്ട്, അവർക്കൊരു വ്യക്തിത്വമുണ്ട്, അവരുള്ളത് ദൈവം തന്നെയാണെന്ന് കുടിയേറ്റക്കാരെ പറ്റി ആ മാർപ്പാപ്പ പറയാണ്. ഒരിക്കൽ 2016 തോന്നുന്നു, ഒരു ഫ്ലൈറ്റ് യാത്രക്കിടയിൽ അന്നാണ് ഫ്രാൻസിലെ ഒരു വൈദികൻ, 86 വയസ്സുള്ളൊരു വൈദികൻ ഇസ്ലാം ഭീകരവാദികളാൽ കൊല്ലപ്പെട്ടത്.
അപ്പോൾ തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇസ്ലാം ഭീകരവാദത്തെപ്പറ്റി മാർപ്പാപ്പ എന്ത് പറയുമെന്ന് അറിയാനായിട്ടാണ്. അതിന് മാർപ്പാപ്പ കൊടുത്ത ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാം ഭീകരവാദത്തെപ്പറ്റി പറയണമെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ ഭീകരവാദത്തെപ്പറ്റി പറയണം. ഉറപ്പായും വളരെ ബോൾഡായിട്ടുള്ളൊരു നിലപാടാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ. അങ്ങനെ എവിടെയെങ്കിലും ചുരുങ്ങി കാണാൻ വേണ്ടി തന്നെ പ്രതിഷ്ഠിക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറായില്ല. യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മന്ത്രി പി രാജീവ് നമുക്കൊപ്പം തുടരുകയാണ്. ഫാദറിലേക്ക് മടങ്ങിയെത്താം. മിനിസ്റ്റർ, ഈ കത്തോലിക്ക സഭയിൽ വലിയ പരിവർത്തനമാണല്ലോ മാർപ്പാപ്പ തുടങ്ങിയിട്ടത്. അതിന് തുടർച്ച ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ട്? അത് നമുക്ക് ഓരോ ഘട്ടത്തിലും വരുന്ന വ്യക്തികൾ ചരിത്രത്തിൽ ഓരോ സംഭാവന ചെയ്യുന്നുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ പോപ്പ് ഫ്രാൻസിസിൻ്റെക്കുള്ള വരവിലേക്ക് സംഭാവന ചെയ്ത മറ്റൊരു ത്യാഗ സ്ഥാനം, അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ള ബെനഡിക്ട് മാർപ്പാപ്പയുടെ നിലപാട്, ആ നിലപാടും അസാധാരണമായിരുന്നു. മാർപ്പാപ്പയായിരുന്ന ഒരാൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് വഴിമാറി കൊടുത്തത് കൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് നമുക്ക് ഇങ്ങനെയൊരു മാർപ്പാപ്പയെ ലഭിച്ചത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം യുദ്ധത്തിന് നിലപാട് സ്വീകരിച്ചു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ എൻ്റെ ചെറുപ്പകാലത്ത് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ബന്ധം ശക്തിപ്പെടുത്താൻ മുസ്ലിം രാഷ്ട്രങ്ങൾ സന്ദർശിക്കുക എന്ന നിലപാട് ഞാൻ ബോധപൂർവം തിരഞ്ഞെടുത്തതാണെന്ന് അദ്ദേഹം ആത്മകഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്കകത്ത് നിരവധി മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പാരിസ്ഥിതികമായ നിലപാടുകൾ, സാമൂഹ്യ നീതിയുടെ, ലിംഗനീതിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കത്തോലിക്ക സഭ വളരെ ജനങ്ങളിൽ നിന്ന് മാറുന്നു, വിശ്വാസികളിൽ നിന്ന് മാറുന്നു, മറ്റ് സഭകളൊക്കെ ശക്തിപ്പെട്ടു വരുന്നു എന്ന ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ വിശ്വാസികളെ തിരിച്ച് പള്ളികളിലേക്ക് കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാടുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലും ചിലർ നടത്തുന്നുണ്ട്. മിനിസ്റ്റർ, ഉറപ്പായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആ വിലയിരുത്തൽ ഉള്ളപ്പോൾ പോലും ലോകം ആസുരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. അപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങൽ. ഇന്നലത്തെ പ്രസംഗത്തിലും അദ്ദേഹം ഗാസയിലെ സമാധാനത്തിനായി സംസാരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ഈ വിയോഗം ലോക സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? എക്കാലത്തും ലോക സമാധാനത്തിന് വേണ്ടി നിലയുറപ്പിച്ച ഒരു മഹനീയ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അതോടൊപ്പം തന്നെ നിലപാടുകളിലെല്ലാം തന്നെ യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഹോപ്പ് ഒടുവിൽ വന്നത് വായിക്കുകയാണെങ്കിൽ അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ കുടിയേറ്റക്കാരെയെല്ലാം ഇപ്പോൾ ഇറക്കി ഓടിക്കാൻ ശ്രമിക്കുന്നവർ, അവരെ കുറിച്ചുള്ള ആ ഭാഗത്ത് മാർപ്പാപ്പ പറയുന്നത്, യുദ്ധം സൃഷ്ടിക്കുന്നത് ആയുധങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ്. യുദ്ധം എല്ലാ മേഖലയിലും നടക്കുന്നുണ്ടെങ്കിലും ആയുധങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ. എന്നാൽ അവരാണ് യുദ്ധത്തിന്റെ തന്നെ പരിണിതഫലമായ അഭയാർത്ഥികളെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധത്തിനെതിരെ, ഈ ആയുധക്കുതിക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ മാനവ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട് എന്ന് പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒടുവിലത്തെ പ്രാർത്ഥനയും ഗാസയിലെ ആ യുദ്ധം നിർത്തണം എന്ന നിലപാടിലായിരുന്നു. എപ്പോഴും യുദ്ധത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള നിലപാടാണ് മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടുകൂടി മനുഷ്യകുലത്തെ സമീപിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെത്. ഉറപ്പായും അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മനുഷ്യ കുലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു വ്യക്തിത്വമാണ്. ഫാദർ ജെയിംസ് പനവേലിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫാദർ, അങ്ങേക്ക് വളരെ ചുരുങ്ങിയ സമയമേ ലഭിച്ചിട്ടുള്ളൂ, ക്ഷമിക്കുക. അതിഥികൾ ഈ വിധത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ താങ്കളെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു വരികയായിരുന്നു ഈ ഇസ്ലാം മതവിശ്വാസികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചേർത്തു നിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഒരു ലോക നേതാവ് എന്ന നിലയിൽ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം, അത് എത്രത്തോളം സഭയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? അത് എത്രത്തോളം സഭയുടെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമാക്കും? എനിക്ക് തോന്നുന്നു സഭയെ കുറച്ചും കൂടി സിംപ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ക്രിസ്തുവിൻ്റെ മെസ്സേജ് നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, അത് വളരെ സിമ്പിളാണ്, അത് വളരെ സ്ട്രെയിറ്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലികൾക്കും അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി നമ്മളെടുത്താൽ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാത്ത വലിയ ദൈവശാസ്ത്രങ്ങളൊന്നുമില്ല. ഏതൊരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് ഉപയോഗിച്ചിരുന്നത്. ആർക്കും പരിചിതമായ ഉദാഹരണങ്ങളാണ് പറഞ്ഞിരുന്നത്. ലാംഗ്വേജ് വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മനസ്സിലാവുന്ന വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മെസ്സേജിനെ വലിയ ഭാരപ്പെടുത്താതെ ഏറ്റവും ലളിതമായി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലിക്ക്
സാധിച്ചു. കാരണം ക്രിസ്തു ആത്യന്തികമായി പറയുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ശൈലി അദ്ദേഹം തൻ്റെ നിലപാടുകളിലൂടെയും ജീവിതത്തിലൂടെയും തൻ്റെ ബന്ധങ്ങളിലൂടെയും പുലർത്തി എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ കുറച്ചും കൂടി സിമ്പിളായും കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ടും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയ്ക്ക് നമ്മൾ ഇതുപോലെ സിമ്പിൾ ആവണം, നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ക്രിസ്തുവിനെ പറയേണ്ടത്, മനുഷ്യന്മാരുടെ ജീവിതം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് തൻ്റെ ചിരിയിലൂടെയും തൻ്റെ ആലിംഗനങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ മെസ്സേജിന് കുറേ കൂടി ക്ലാരിറ്റിയും സിംപ്ലിസിറ്റിയും വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ആ ശൈലി കൊണ്ടും ആ രീതി കൊണ്ടും ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായും ക്രിസ്തുവിൻ്റെ സന്ദേശം വളരെ ലളിതമാണ്, പുനരുദ്ധാരണമാണ്, പ്രതീക്ഷയാണ്. മന്ത്രി പി രാജീവ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിനിസ്റ്റർ, സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധി സംഘത്തെ സ്വാഭാവികമായും അയക്കുന്നുണ്ടാകുമല്ലോ. ആ വിധത്തിലുള്ള ആലോചനകൾ ആരംഭിച്ചോ സർക്കാർ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ അത്തരം കാര്യം ആശയവിനിമയം നടത്തിയിട്ടില്ല. സാധാരണ നടപടിക്രമങ്ങളിലൂടെ പോകും. എന്തായാലും മാർപ്പാപ്പയുടെ വിയോഗം എന്നുള്ളത് നമുക്ക് മലയാളി, ഞാൻ ഓർക്കുന്നു 2018 പ്രളയം ഉണ്ടായിക്കഴിഞ്ഞ ഘട്ടത്തിൽ ഞാനന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ പ്രളയത്തിന് ശേഷമുള്ള സന്ദർഭമാണ്. ആ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ചവരെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കുകയുണ്ടായി. കേരളത്തെ സഹായിക്കാൻ എല്ലാവരോടും അദ്ദേഹം നടത്തിയ അഭ്യർത്ഥന, അതെല്ലാം ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സഫലമായില്ല എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യ കാണാൻ, കേരളം കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അറബ് രാജ്യങ്ങളിലേക്ക് വരെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി. കഠിനമായ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് വരെ അദ്ദേഹം മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സഞ്ചരിച്ചിരുന്നു. എന്നാൽ ഒരു ക്ഷണം കാത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് മാർപ്പാപ്പ യാത്രയായി എന്നുള്ളത് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ വേദനയോടുകൂടി ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഉറപ്പായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ലോകം തന്നെ തേങ്ങുകയാണ്. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായും അശരണരുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രധാനപ്പെട്ട ഇടയനായും അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടയാളമാണ്. ആ അടയാളം കൊണ്ട് ലോകത്തിന് വിശ്വമാനവികതയുടെ സന്ദേശം പകർന്നാണ് പോപ്പ് ഫ്രാൻസിസ് നമ്മളിൽ നിന്ന് വിടവാങ്ങുന്നത്. മന്ത്രി പി രാജീവ്, ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ, ഒപ്പം പാളയം ഇമാം VP സുഹൈബ് മൗലവി, സിറോ മലബാർ സഭയിലെ വൈദികനായിട്ടുള്ള ഫാദർ ജെയിംസ് പനവേലിൽ എന്നിവരാണ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് അർത്ഥപൂർണമായ വാക്കുകൾ പ്രേക്ഷകർക്കായി നൽകിയത്. ന്യൂസ് പ്ലസ് ഇതോടെ പൂർത്തിയാവുകയാണ്. പ്രിയപ്പെട്ട പാപ്പയ്ക്ക് ഒരിക്കൽ കൂടി വിട.